ക്രിസ്ത്യൻ നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോട് ചോദിക്കുകയാണ്, 20,000 ഭടന്മാരുമായിട്ട് തനിക്കെതിരെ യുദ്ധത്തിന് വരുന്നവരോട് 10,000 കൊണ്ട് അവനോട് ഏറ്റുമുട്ടാനായിട്ട് സാധിക്കുമോ എന്ന് ആലോചിച്ച് നോക്കാതെ അവനുമായിട്ട് യുദ്ധത്തിന് പുറപ്പെടുന്നവൻ ആരും അങ്ങനെ സാധിക്കില്ല എന്ന് കണ്ടാൽ തന്നെ അവനോട് സമാധാന സന്ധിക്കായിട്ട് നിങ്ങൾ പരിശ്രമിക്കില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. യേശു നമ്മളോട് പറയുകയാണ്, ഉപ്പ് നല്ലത് തന്നെ, പക്ഷെ ഉറ കെട്ടുപോയാൽ അതുകൊണ്ട് എന്താണ് ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈശോ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും എന്നാൽ അതിന് വേണ്ട യോഗ്യത നിങ്ങളിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അതുകൊണ്ട് എന്തിനു ഉപയോഗം അല്ലെ? അതുകൊണ്ട് എന്താണ് ഉപയോഗമുള്ളത്? അത് വഴിയിലേക്ക് വലിച്ചെറിയപ്പെടാനും മറ്റുള്ളവരാൽ ചവിട്ടിയരയ്ക്കപ്പെടാനും അല്ലാതെ ഉറയില്ലാത്ത ഉപ്പ് എന്ന് പറഞ്ഞാൽ ഉപ്പ് രസമില്ലാത്ത ആ ഒരു ഉപ്പ് ഒന്നിനും കാര്യമില്ല എന്ന് ഈശോ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവർ, നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് ഒരു ക്രിസ്തുവിന്റെ അനുയായിക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ചില പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സൽകൃത്യങ്ങൾ ചെയ്യുന്നവരാകണം, തിന്മയിൽ നിന്നും അകന്ന് ജീവിക്കുന്നവരാകണം, സാത്താനിൽ നിന്നും അകന്ന് ജീവിക്കുന്നവരാകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ക്വാളിറ്റീസ് നമുക്ക് വേണം എന്ന് പറയുകയാണ്. ഉപ്പാണ് എന്ന് പറയുകയും ഉപ്പ് രസമില്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും ക്രിസ്ത്യാനിക്ക് വേണ്ട യോഗ്യതകൾ ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഉപ്പുരസമില്ലാത്ത ഉപ്പിനെ പോലെ മറ്റുള്ളവരാൽ ചവിട്ടിയരയ്ക്കപ്പെടാനേ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില കണക്കുകൂട്ടലുകൾ ആവശ്യമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു അതിനുള്ള ചില ഉപമകളൊക്കെ പറയുന്നുണ്ട്. ഒരു ഗോപുരം പണിയാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിന് വേണ്ട വക തനിക്കുണ്ടോ എന്ന് ആദ്യമേ തന്നെ നമ്മൾ കണക്ക് കൂട്ടണം അല്ലെ? 20,000 പേരുമായിട്ട് ഒരാൾ യുദ്ധത്തിന് വരുമ്പോൾ എന്റെ 10,000 വെച്ചാൽ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ കണക്ക് കൂട്ടി നോക്കണം. എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കണക്ക് കൂട്ടി നോക്കണം. എന്റെ ജീവിതത്തിൽ എന്തുണ്ട്, ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞിട്ട് ഞാൻ ജീവിക്കുമ്പോൾ ഇപ്പോൾ എന്റെ ജീവിതത്തിൽ എന്തുണ്ട്, എന്റെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ജീവിക്കണമെന്ന് സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറയുകയാണ്. ഈ സുവിശേഷത്തിനനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.